പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരള സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാൻ വൈകിയതിനെ തുടർന്ന് CPI സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മുന്നണിക്കുള്ളിൽ രൂക്ഷമായ വാക്പോരാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI നേതൃത്വത്തെ, പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ വിഷയം ഒരു ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് CPM-ന്റെ ഒരു മുതിർന്ന മന്ത്രിയുടെ ഈ പരസ്യ വിമർശനം മുന്നണി ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM ശ്രീ. ഈ പദ്ധതിയിൽ ചേരുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണാവകാശത്തെ ചോദ്യം ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വഴിയൊരുക്കുമെന്നും ചൂണ്ടിക്കാട്ടി CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ എതിർപ്പിനെ തുടർന്നാണ് 2 ആഴ്ച മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗം പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ തീരുമാനമെടുത്ത 13 ദിവസങ്ങൾക്ക് ശേഷമാണ് പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്തയച്ചത്. ഈ കാലതാമസം CPI നേതൃത്വത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു. കത്ത് വൈകുന്നതിനുള്ള അതൃപ്തി CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുകയും നേതൃത്വം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തതോടെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കത്തയക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് CPM നേതാവായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPIക്കെതിരെ വിമർശന ശരങ്ങൾ എറിഞ്ഞത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ CPI സമ്മർദ്ദം ചെലുത്തിയതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് കേന്ദ്ര സഹായമായ SSK ഫണ്ട് ഭാവിയിൽ കിട്ടാതിരുന്നാൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കല്ലെന്നും മന്ത്രി തുറന്നു പറഞ്ഞു. SSK ഫണ്ട് ഇനി കിട്ടാതിരുന്നാൽ അതിന്റെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രിക്കല്ല, ആ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തോട്ടെ എന്ന ശിവൻകുട്ടിയുടെ വാക്കുകൾ CPIയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. കൂടുതൽ കടുത്ത ഭാഷയിൽ മന്ത്രി CPI നേതാവ് ബിനോയ് വിശ്വത്തെ വിമർശിക്കുകയും ചെയ്തു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയെ പോലും ബിനോയ് വിശ്വം പുച്ഛത്തോടെയാണ് കണ്ടതെന്ന് ശിവൻകുട്ടി ആരോപിച്ചു. ബിനോയ് വിശ്വത്തിന്റെ പരാമർശം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞ മന്ത്രി CPM-നെ ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇല്ലെന്നും തുറന്നടിച്ചു. RSS വിരുദ്ധ നിലപാട് തങ്ങൾക്ക് ആരിൽ നിന്നും പഠിക്കേണ്ടതില്ലെന്നും RSS-നെ പ്രതിരോധിക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചിലർ വരുത്തി തീർക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിമർശനങ്ങൾ CPIയുടെ ഇടതുപക്ഷ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു. മന്ത്രിയുടെ ഈ പരസ്യ വിമർശനത്തെ CPI നേതൃത്വം അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ മുന്നണിയിലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരം വിമർശനം ഉന്നയിച്ചത് അസ്ഥാനത്തായിരുന്നുവെന്ന് CPI വിലയിരുത്തുന്നു. മാത്രമല്ല, ഈ വിമർശനം മന്ത്രിയുടെ വ്യക്തിപരമായ അഭിപ്രായമല്ലെന്നും CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് പുറത്തു വന്നതെന്നും CPI സംശയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഉടൻ പ്രതികരിക്കാതെ കരുതലോടെ നിലപാടെടുക്കാനാണ് CPIയുടെ തീരുമാനം. മുന്നണിക്കുള്ളിലെ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാൻ ശ്രദ്ധയോടെ പ്രതികരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയിൽ വാക്കാൽ മാത്രമായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട് അറിയിച്ചിരുന്നത്. എന്നാൽ CPIയുടെ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി കത്തയക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. ഈ സംഭവം CPI മുന്നണിക്കുള്ളിൽ ചെലുത്തുന്ന സമ്മർദ്ദ ശക്തിയും CPI ബന്ധത്തിൽ നിലനിൽക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. കേരളത്തിലെ ഇടതു മുന്നണിയിൽ ഭരണപരമായ തീരുമാനങ്ങളെ ചൊല്ലിയും രാഷ്ട്രീയ നിലപാടുകളെ ചൊല്ലിയും അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഈ ആഭ്യന്തര പോര് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇരു പാർട്ടികളും ശ്രമിക്കുമെങ്കിലും മന്ത്രി ശിവൻകുട്ടിയുടെ ഈ കടുത്ത വിമർശനം വരും ദിവസങ്ങളിൽ മുന്നണിക്കുള്ളിലെ ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറും എന്നതിലും സംശയമില്ല.